ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു നല്ല പോലെ പഴുത്ത മാങ്ങ വെച്ചിട്ടുള്ള ഒരു സ്വീറ്റാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. പിന്നെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതിനായിട്ട് 2 പഴുത്ത മാങ്ങയുടെ തോലെല്ലാം കളഞ്ഞ് ഞാൻ ഇങ്ങനെ എടുത്തിട്ടുണ്ട്. നല്ലപോലെ പഴുത്ത മാങ്ങയാണ്. പിന്നെ കുറച്ച് അരിപ്പൊടിയാണ്, അതായത് പത്തിരിക്കെല്ലാം പൊടിക്കുന്ന നല്ല പൊടി. പിന്നെ ഒരു 4 വലിയ അച്ച് ശർക്കര ഉരുക്കി അതിൻ്റെ കല്ലെല്ലാം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി ആ മാങ്ങ പീസുകൾ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തു, ശർക്കര പാനി ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് ഇതൊന്ന് അടിച്ചെടുക്കണം. അതായത് നമ്മളൊരു ജ്യൂസ് അടിക്കുന്ന ആ പാത്രമാണ്. ഇതേപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾക്ക് വേണ്ടത് ഒരു ബൗളെടുത്തു, അതിലേക്ക് ഒരു 3.5 സ്പൂൺ അളവിൽ അരിപ്പൊടി ഞാൻ ചേർത്ത് കൊടുത്തു. എന്നിട്ട് അതിലേക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് നല്ലതുപോലെ ഒന്ന് കട്ടയില്ലാതെ മിക്സ് ചെയ്ത് വെക്കുക. അപ്പോൾ പഴയ കാലത്തൊക്കെ നമ്മൾ കോൺഫ്ലവറോ അങ്ങനത്തെ ഒന്നും ഉപയോഗിക്കാതെ അരിപ്പൊടി കൊണ്ടാണ് ഇതേപോലെ ചെയ്തിട്ടുള്ളത്. നല്ല പഴുത്ത മാങ്ങയൊന്നും ഇനി കളയണ്ട. 1 ഗ്ലാസ് വെള്ളം ഫുള്ളായി ഒഴിച്ചതാ ഇതേ ലൂസിൽ ഞാൻ ഈ അരിപ്പൊടി മിക്സാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമ്മളൊരു പ്ലേറ്റ് എടുത്തു, അതിലേക്ക് 1 സ്പൂണ് അളവിൽ നെയ്യ് ഒഴിച്ചിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ചു, തീ ലോ ടു മീഡിയം ഫ്ലെയിമിലിടുക. ആ മാങ്ങ ശർക്കര മിക്സ് അതിലേക്ക് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിക്കുക. ഒരു 1.5 മിനിറ്റ് ഇതൊന്ന് തിളച്ച് വരട്ടെ. ഈ സമയം നമ്മൾ അതിലേക്ക് ഒരു 2 സ്പൂൺ അളവിൽ നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ നെയ്യ് കുറേശ്ശെ ഒഴിച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട്. നെയ്യ് കൂടി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഇതേപോലെ ഒന്ന് നല്ലതുപോലെ തിളച്ച് നല്ല സെറ്റായി വരണം. ഈ ഒരു പരുവം ആവുന്ന സമയത്ത് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ച അരിപ്പൊടി മിക്സ് അതിലേക്ക് കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ഒന്നായിട്ട് ഒഴിക്കാതെ ഇങ്ങനെ കുറേശ്ശെ ഒഴിച്ച് ഫ്ലെയിം അല്പം കൂട്ടി കൊടുത്ത് അതൊന്ന് നല്ലതുപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. അപ്പോൾ നമ്മൾ അരിപ്പൊടി മിക്സ് അല്പം ലൂസിൽ തന്നെ കലക്കണം, എന്നാലേ അത് തിളച്ച് ശരിക്കൊന്ന് വെന്ത് വരികയുള്ളൂ. അപ്പോൾ ബാക്കി കൂടി മിക്സ് ഞാൻ അതിലേക്ക് ചേർത്തു. എന്നിട്ട് നമ്മൾ ഒന്നുകൂടി നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ മൈദയോ കോൺഫ്ലവറോ ഒന്നും ചേർക്കാത്തത് കൊണ്ട് തന്നെ ഇത് നല്ല സോഫ്റ്റായിട്ടാണ് ഉണ്ടാവുക. നമ്മൾ കുറച്ച് മാത്രമേ അരിപ്പൊടി എടുത്ത് ചേർത്തിട്ടുള്ളൂ. അപ്പോൾ ഇത് അത്രയ്ക്കും സോഫ്റ്റായിട്ട് തന്നെയാണ് ഉണ്ടാവേണ്ടത്. അലുവ പോലെ നല്ല തിക്കായിട്ടല്ല. ഒരുവിധമൊക്കെ നല്ലതുപോലെ ഒന്ന് കുറുകിതാ വരുന്നുണ്ട്. ഇനി ആ ഫ്രൈ പാൻ എന്നൊക്കെ ഒന്ന് വിട്ട് വരുന്ന രീതിക്ക് അത് നമ്മൾ കുറുക്കിയെടുക്കണം. ഇപ്പോൾ തീ ഒന്ന് അല്പം കുറയ്ക്കുക. അപ്പോൾ എന്തായാലും പഴുത്ത മാങ്ങ കളയണ്ട, ഇതേപോലെ ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ കുറച്ച് കാഷ്യൂ നട്ട്സ് വറുത്തത് അതിലേക്ക് ചേർത്ത് കൊടുത്തു. നമ്മൾക്ക് എന്താ കയ്യിൽ നട്ട്സുള്ളോ അതൊക്കെ ചേർക്കാം. ഞാനിപ്പോൾ കുറച്ച് കപ്പലണ്ടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുകൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒരല്പം നെയ്യ് കൂടി ഇപ്പോൾ ഞാൻ അതിൻ്റെ മേലെ ഒന്ന് തൂവി കൊടുത്തു. ഇപ്പോൾ ഫ്രൈ പാൻ എന്നൊക്കെ ശരിക്കും ഒന്ന് വിട്ട് വരാറായിട്ടുണ്ട്. നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഈ ഒരു പരുവത്തിൽ നമ്മളതിൻ്റെ ഫ്ലെയിം ഓഫ് ആക്കുക. എന്നിട്ട് നേരത്തെ നെയ്യ് തടവി വെച്ച ആ പാത്രത്തിലേക്ക് ഈ മിക്സ് അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു മാങ്ങ സ്വീറ്റാണ്. ഒരല്പം കൂടി നെയ്യ് ആ സ്പൂണിൽ തടവിട്ട് ഇതേപോലെ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല ഒരു അലുവ ആണ്. അലുവൻ്റെ അത്ര നല്ല തിക്കായിട്ടല്ലെങ്കിൽ നല്ല സോഫ്റ്റായിട്ട് കഴിക്കാൻ പറ്റും. നമ്മളിത് ശരിക്കും ഒന്ന് ചൂട് ആറിയതിന് ശേഷം നമ്മളിതൊന്ന് വേറെ പാത്രത്തിലേക്ക് ഈ പാത്രത്തിൽ നിന്ന് ശരിക്കും വിട്ട് വന്നിട്ടുണ്ട്. വീഡിയോയിൽ കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. ഇനി ഞാനത് വേറെ പാത്രത്തിലേക്ക് പകർത്തി കാണിക്കുന്നുണ്ട്. നമ്മൾക്ക് ഇങ്ങനെ തന്നെ ഇത് ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ തണുപ്പിച്ചിട്ടും ഇത് ഉപയോഗിക്കാം. തണുപ്പിച്ച് കഴിഞ്ഞാൽ ഒന്നുകൂടി നന്നായിട്ട് നമുക്ക് കട്ട് ചെയ്യാനൊക്കെ പറ്റും. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം, വളരെ അത്രയ്ക്ക് സോഫ്റ്റാണ്. കുട്ടികളൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ. വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്